ഈ ഷർട്ട് ഇത് ഞാൻ നിന്റെ പോലെ കാത്തു സൂക്ഷിക്കുന്നതാ. ഇതിന്റെ വിലയെന്ന് പറയുന്നത് അളന്ന് തിട്ടപ്പെടുത്താനാവില്ല. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതെവിടെയാ? ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഇതിപ്പോ എന്തിനായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കാം. എന്തല്ല ഷർട്ടാ? പിന്നെന്താ എടാ, ഷർട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഈ അലമാര കൊണ്ട് പൂട്ടി വെക്കാനാണോ? അല്ലല്ലേ? അച്ഛാ, കുഴപ്പമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? നല്ല കൃത്യ അളവാ, കുറവുമില്ല കൂടുതലുമില്ല. എന്താ ഇത്? അച്ഛനൊരു നിർബന്ധം, ഞാനിതൊന്ന് ഇട്ട് കാണണമെന്ന്. എന്ന് വെച്ച് എടി മോളെ, ഈ ഷർട്ടേ വീടാ മാലിച്ചേക്കുമായിരുന്നു. കയ്യോടെ ഞാനതൊക്കെ ഇടിയിപ്പിച്ച്. അച്ഛൻ എന്തിനാ ഈ ഷർട്ട് എടുത്തേ? അതുകൊള്ളോ? എടി മോളെ, ഇതവ വാങ്ങിച്ചിട്ട് ആദ്യം ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നേ. നാളത്തെ ചടങ്ങിനെ ഇതും കിട്ടാലോ. ഈ ഷർട്ട് അവന് ഷർട്ട് അവരുടെ എന്ത് കുഴപ്പം? നാളത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇത് നല്ലതാ. വെഡിങ് ആനിവേഴ്സറി ഇതഴിച്ചേ. ഇതെങ്ങനെ ഇട്ടോണ്ട് നിക്കണ്ട, അഴിക്കാനാ പറഞ്ഞത്. അഴിക്കാൻ. ശാലിനി, നാളത്തേക്ക് വേറെ ഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അലമാരക്കകത്ത് വെറുതെ ഇരിക്കുന്നതുകൊണ്ടേ ഞാൻ നേരത്തെ ഇടിപ്പിച്ചത്, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഒഴിക്കാൻ. ഈ ഷർട്ട് ഇത് ഞാൻ നിന്റെ പോലെ കാത്തു സൂക്ഷിക്കുന്നതാ. ഇതിന്റെ വിലയെന്ന് പറയുന്നത് അളന്ന് തിട്ടപ്പെടുത്താനാവില്ല. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മേലിൽ ഇത്തരം നാടകങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. മനസ്സിലായോ? എല്ലാം കൊണ്ടുപോകുന്നു. എന്തോടാ പറഞ്ഞേ? ഏയ്, അത് വെറുതെ. എനിക്ക് മനസ്സിലായി. നാളത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അവൾക്കൊരു സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ. അത് സർപ്രൈസാ, സർപ്രൈസ്. നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ, ശരിയായി കൊടുക്കുന്നുണ്ട് ഞാൻ. ഷർട്ട് ഊരി മേടിച്ചോ? ഹലോ ഗായ്സ്, ഈ ചിന്താവിഷ്ടയായ ശ്യാമളെ പോലെ ഈ ഇരിക്കുന്ന പെൺകുട്ടി ഞങ്ങളുടെ വാടക വീട്ടിൽ പുതിയതായി താമസിക്കാൻ വന്ന ഒരു പുതിയ താമസക്കാരിയാണ്. പേര് ചന്ദ്ര. പേരിലെ ചന്ദ്രയും പഴയ രമണൻ എന്ന കവിതയിലെ ദുരന്ത പ്രണയ കഥയിലെ നായികയുമായ ചന്ദ്രികയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് വളരെ ഗഗനമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ
ചന്ദ്രികയുടെ മനസ്സിലെ രമണനെ പുറത്തു കൊണ്ടുവരാമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ കാത്തിരിക്കുക. ഈ ഇരിപ്പും ആലോചനയൊക്കെ കണ്ടപ്പോ വെറുതെ ഒന്ന് എടുത്തു നോക്കിയതാ. സത്യത്തെ ആലോചിച്ചത് രമണനെ കുറിച്ച് തന്നെയാണോ? അതെ. അങ്ങനെ വരട്ടെ. ആരാ ആള്? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്നിട്ട് എന്തിനാ റീൽസ് ചെയ്യാനാ? ഞാൻ പുറം ലോകം കാണാതെ രഹസ്യമായിട്ട് വന്ന് നിൽക്കുന്നവളാ. എന്നെ ചുമ്മാ വൈറലാക്കൂ. കല്യാണം കഴിഞ്ഞ് കെട്ടിയവനായിട്ട് തെറ്റിപ്പിരിഞ്ഞപ്പോ ഒരു രസത്തിന് തുടങ്ങിയത് റീൽസ് പരിപാടിയൊക്കെ. മെച്ചമുണ്ടോ? നല്ല കണ്ടന്റുകൾ കിട്ടണം. അതിനെപ്പോഴും നമ്മൾ ക്യാമറ ഓണാക്കിക്കൊണ്ട് നടക്കണം. ഹലോ, നീ ഇതെവിടെയാ? ഞാൻ ഏട്ടന്റെ ഒരു പരിചയക്കാരന്റെ വീട്ടിലാ. നിന്റെ ചേട്ടൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവിടുത്തെ ജോലിയും വെച്ചുകൊണ്ട് നിന്റെ അച്ഛനോട് അംഗം വെട്ടി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. നീ എന്തിനാ ഏട്ടനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി അച്ഛനായിട്ട് വഴക്കുണ്ടാക്കി വന്നിരിക്കുക ഏട്ടൻ. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയാക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. ശരിയായ നമുക്ക് വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ. അതിനെന്താ വഴി? നമുക്ക് നാളെ കാണാം. ഞാൻ വിളിക്കാം. നിനക്ക് എവിടെയാ വരാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വരാം. ശരി, നാളെ കാണാം. അപ്പോ രമണൻ തന്നെയല്ലേ? അതെ. എന്താ രമണന്റെ പേര്? പ്രകാശ്, ഡോക്ടറാ. പുളിങ്കമാണല്ലേ? ആ പുളിങ്കൊമ്പിന് ബലമില്ലെന്നും പറഞ്ഞ എന്റെ അച്ഛൻ എന്നെ കൊണ്ട് മറ്റൊരു കല്യാണത്തിന് നിർബന്ധിക്കുന്ന. പക്ഷേ ഞാൻ പ്രകാശിനെ കെട്ടു. അങ്ങനെ വേണം പെണ്ണുങ്ങളായ. അച്ഛനോട് പോകാൻ പറ. ഒന്നുമില്ലെങ്കിലും പയ്യനൊരു ഡോക്ടറല്ലേ. ഒരു ക്ലിനിക്ക് ഇട്ടാലും നിങ്ങൾക്ക് ജീവിക്കാമല്ലോ. പാരസെറ്റാമോളിന്റെ ഗുളിക മാത്രം എഴുതി കൊടുത്ത് ജീവിക്കുന്ന എത്ര ഡോക്ടേഴ്സിനെ എനിക്കറിയാം. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടാൻ പോയതാ. അപ്പോഴേക്കും അച്ഛൻ വന്നു. ഏട്ടനുള്ളതുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവനോടെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നത്. തനിക്ക് കൂട്ടായിട്ട് ഏട്ടനെങ്കിലും ഉണ്ടല്ലോ. എന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. എനിക്കൊരു പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. സ്വപ്നമേ നടന്നുള്ളൂ. പിന്നെ കല്യാണം. പുള്ളിക്കാരന്റെ മുടിഞ്ഞ സംശയം. ഒടുവില് യോജിച്ചു പോയില്ലെന്ന് മനസ്സിലായപ്പോ ഞാനിങ്ങ് പോന്നു. എനിക്കെന്റെ സ്വപ്നമാ വലുത്. ഞാനിപ്പോ അതിനുള്ള ശ്രമത്തിലാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛനെ എതിർത്താലും ചന്ദ്രയുടെ കാര്യങ്ങൾ നോക്കാൻ ശിവേട്ടനെ പോലുള്ള ഒരു ഏട്ടനുള്ളപ്പോ ചന്ദ്ര എന്തിനാ പേടിക്കുന്നേ? നിങ്ങളുടെ കല്യാണം ശിവേട്ടൻ നടത്തി തരും. അതിനുള്ള തന്റോടും കഴിവ് ശിവേട്ടനുണ്ട്. റാണി എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നേ? ശിവേട്ടന്റെ ഡബിൾ അച്ഛൻ. ശക്തിയുടെ കാര്യത്തിലായാലും ബുദ്ധിയുടെ കാര്യത്തിലായാലും അച്ഛന് സമം അച്ഛൻ മാത്രം. ഞങ്ങളിങ്ങനെ പേടിക്കുന്നതും അതുകൊണ്ട് തന്നെയാ. അച്ഛൻ നടത്തില്ല എന്ന് പറഞ്ഞ അച്ഛൻ നടത്തില്ല.